പ്രൈസ് ദി ലോർഡ്. ലോഗോസ് ക്വിസ് 2026 ഓൺലൈൻ മോക്ക് ടെസ്റ്റ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിന്നുള്ള 40 ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഓൺലൈൻ ടെസ്റ്റ് ചെയ്യുന്ന വിധം ഈ വീഡിയോയുടെ അവസാനം വിശദമാക്കുന്നുണ്ട്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? എ 22, ബി 28, സി 38, ഡി 36. ഉത്തരം ഡി 36. ചോദ്യം 2. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ ശീർഷകം എന്ത്? എ യേശുവും സമരിയാക്കാരിയും, ബി യേശുവും നിക്കോദേമോസും, സി യേശുവും സക്കേവൂസും, ഡി യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു. ഉത്തരം ബി യേശുവും നിക്കോദേമോസും. ചോദ്യം 3. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദേമോസിന് നൽകിയിരിക്കുന്ന വിശേഷണങ്ങൾ എന്തെല്ലാം? എ ഫരിസേയൻ ജനപ്രമാണി, ബി പുരോഹിതൻ യഹൂദ പ്രമാണി, സി ഫരിസേയൻ യഹൂദ പണ്ഡിതൻ, ഡി ഫരിസേയൻ യഹൂദ പ്രമാണി. ഉത്തരം ഡി ഫരിസേയൻ യഹൂദ പ്രമാണി. ചോദ്യം 4. രാത്രി യേശുവിൻ്റെ അടുത്തു വന്ന നിക്കോദേമോസ് യേശുവിനെ അഭിസംബോധന ചെയ്ത വാക്ക് ഏതാണ്? എ കർത്താവേ, ബി ദാവീദിൻ്റെ പുത്ര, സി റബ്ബി, ഡി യേശുവേ. ഉത്തരം സി റബ്ബി. ചോദ്യം 5. യേശുവിനെ എവിടെ നിന്നു വന്ന ഗുരു എന്നാണ് നിക്കോദേമോസ് വിശേഷിപ്പിക്കുന്നത്? എ ദൈവത്തിൽ നിന്നു വന്ന, ബി നസറത്തിൽ നിന്നു വന്ന, സി ദാവീദിൻ്റെ വംശത്തിൽ നിന്നു വന്ന, ഡി സ്വർഗത്തിൽ നിന്നു വന്ന. ഉത്തരം എ ദൈവത്തിൽ നിന്നു വന്ന. ചോദ്യം 6. എപ്രകാരമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇത്തരം അടയാളങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കൂ എന്നാണ് നിക്കോദേമോസ് പ്രഖ്യാപിക്കുന്നത്? എ വിശുദ്ധനായ, ബി പ്രവാചകനായ, സി അയക്കപ്പെട്ട, ഡി ദൈവം കൂടെയുള്ള. ഉത്തരം ഡി ദൈവം കൂടെയുള്ള. ചോദ്യം 7. എന്തു ചെയ്യുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല എന്നാണ് യേശു നിക്കോദേമോസിനോട് പറയുന്നത്? എ വിശുദ്ധ ജീവിതം നയിക്കുന്നില്ലെങ്കിൽ, ബി നിയമങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ, സി വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ, ഡി പ്രമാണങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ. ഉത്തരം സി വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ. ചോദ്യം 8. യോഹന്നാൻ 3:4 എത്ര ചോദ്യങ്ങളാണ് നിക്കോദേമോസ് യേശുവിനോട് ചോദിക്കുന്നത്? എ 1, ബി 2, സി 3, ഡി 4. ഉത്തരം ബി 2. ചോദ്യം 9. എപ്രകാരമുള്ള മനുഷ്യരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്നാണ് യേശു നിക്കോദേമോസിനോട് പറയുന്നത്? എ വിശുദ്ധിയിൽ ജീവിക്കുന്നവർ, ബി ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചവൻ, സി സമാധാനം സ്ഥാപിക്കുന്നവർ, ഡി പ്രമാണങ്ങൾ അനുസരിക്കുന്നവർ. ഉത്തരം ബി ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചവൻ. ചോദ്യം 10. പൂരിപ്പിക്കുക. ഡാഷ് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ഡാഷ്. എ സ്ത്രീയിൽ നിന്ന് ആത്മാവും, ബി മാംസത്തിൽ നിന്ന് ജ്ഞാനവും, സി മാംസത്തിൽ നിന്ന് ആത്മാവും, ഡി മാംസത്തിൽ നിന്ന് വിശുദ്ധിയും. ഉത്തരം സി മാംസത്തിൽ നിന്ന് ആത്മാവും. ചോദ്യം 11. ആത്മാവിൽ വീണ്ടും ജനിക്കുന്നത് എങ്ങനെയെന്നു മനസ്സിലാക്കാൻ യേശു എന്തിൻ്റെ ഉദാഹരണമാണ് ഉപയോഗിക്കുന്നത്? എ കൃഷിക്കാരൻ്റെ, ബി കാറ്റിൻ്റെ, സി നല്ല ഇടയൻ്റെ, ഡി പ്രകാശത്തിൻ്റെ. ഉത്തരം ബി കാറ്റിൻ്റെ. ചോദ്യം 12. കാറ്റിൻ്റെ ഉദാഹരണത്തിലൂടെ വീണ്ടും ജനനത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നിക്കോദേമോസിൻ്റെ മറുപടി എന്തായിരുന്നു? എ കൂടുതൽ വിശദീകരണം നൽകണമേ, ബി ഇത് ഗ്രഹിക്കാൻ വളരെ കഠിനമാണ്, സി എനിക്ക് കൂടുതൽ അറിവ് നൽകണമേ, ഡി ഇതെല്ലാം എങ്ങനെ സംഭവിക്കും? ഉത്തരം
ഡി ഇതെല്ലാം എങ്ങനെ സംഭവിക്കും? ചോദ്യം 13. യേശു നിക്കോദേമോസിനെ എപ്രകാരമാണ് വിശേഷിപ്പിക്കുന്നത്? എ യഹൂദ പ്രമാണി, ബി ഇസ്രായേലിലെ ഗുരു, സി അനേകരുടെ വഴികാട്ടി, ഡി നിഷ്കപടനായ ഫരിസേയൻ. ഉത്തരം ബി ഇസ്രായേലിലെ ഗുരു. ചോദ്യം 14 പൂരിപ്പിക്കുക. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ ഡാഷ് സംസാരിക്കുന്നു, ഡാഷ് സാക്ഷ്യപ്പെടുത്തുന്നു. എ കേട്ടവയെപ്പറ്റി കണ്ടവയെപ്പറ്റി, ബി അറിയുന്നവയെപ്പറ്റി കേട്ടവയെപ്പറ്റി, സി സത്യം വചനം, ഡി അറിയുന്നവയെപ്പറ്റി കണ്ടവയെപ്പറ്റി. ഉത്തരം ഡി അറിയുന്നവയെപ്പറ്റി കണ്ടവയെപ്പറ്റി. ചോദ്യം 15. എന്തിനെപ്പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും എന്നാണ് യേശു ചോദിക്കുന്നത്. എ ഭൗമിക കാര്യങ്ങളെപ്പറ്റി, ബി ലൗകിക കാര്യങ്ങളെപ്പറ്റി, സി ശാസ്ത്രീയ കാര്യങ്ങളെപ്പറ്റി, ഡി നാട്ടിലെ കാര്യങ്ങളെപ്പറ്റി. ഉത്തരം എ ഭൗമിക കാര്യങ്ങളെപ്പറ്റി. ചോദ്യം 16. സ്വർഗത്തിൽ കയറിയിട്ടുള്ള ഏക വ്യക്തി ആരെന്നാണ് യേശു പ്രസ്താവിക്കുന്നത്? എ അബ്രാഹം, ബി മോശ, സി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രൻ, ഡി ഏലിയ. ഉത്തരം സി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രൻ. ചോദ്യം 17. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയ സംഭവം പഴയ നിയമത്തിൽ എവിടെയാണുള്ളത്? എ മലാക്കി 11:9, ബി സംഖ്യ 21:9, സി സങ്കീർത്തനം 31:9, ഡി സംഖ്യ 20:9. ഉത്തരം ബി സംഖ്യ 21:9. ചോദ്യം 18. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്നതിലൂടെ യേശു എന്താണ് ഉദ്ദേശിക്കുന്നത്? എ താൻ രാജാവ് ആണ് എന്ന്, ബി ഞാൻ നിങ്ങളുടെ നേതാവാണ് എന്ന്, സി രക്ഷ തന്നിലൂടെ മാത്രമെന്ന്, ഡി തൻ്റെ കുരിശുമരണം. ഉത്തരം ഡി തൻ്റെ കുരിശുമരണം. ചോദ്യം 19. എന്തിനു വേണ്ടിയാണ് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് യേശു പറയുന്നത്? എ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന്, ബി ജനങ്ങൾ രക്ഷ പ്രാപിക്കുന്നതിനു വേണ്ടി, സി വചനം എല്ലാവരിലേക്കും എത്തുന്നതിനു വേണ്ടി, ഡി എല്ലാവരും തന്നെ ആരാധിക്കുന്നതിനു വേണ്ടി. ഉത്തരം എ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന്. ചോദ്യം 20. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നാണ് ദൈവം ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചു എന്നാണ് യോഹന്നാൻ 3:16 പറയുന്നത്? എ കുരിശുമരണം ഏറ്റെടുക്കാൻ തക്കവിധം, ബി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം, സി ദൈവം മനുഷ്യനായി അവതരിക്കാൻ തക്കവിധം, ഡി ദൈവപുത്രന് കാലിത്തൊഴുത്തിൽ പിറക്കാൻ തക്കവിധം. ഉത്തരം ബി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം. ചോദ്യം 21 പൂരിപ്പിക്കുക. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ഡാഷ് പ്രത്യുത അവൻ വഴി ലോകം ഡാഷ്. എ നശിപ്പിക്കാനല്ല രക്ഷ പ്രാപിക്കാനാണ്, ബി ശിക്ഷയ്ക്ക് വിധിക്കാനല്ല വിശദീകരിക്കപ്പെടാനാണ്, സി ശിക്ഷയ്ക്ക് വിധിക്കാനല്ല മാനസാന്തരപ്പെടാനാണ്, ഡി ശിക്ഷയ്ക്ക് വിധിക്കാനല്ല രക്ഷ പ്രാപിക്കാനാണ്. ഉത്തരം ഡി ശിക്ഷയ്ക്ക് വിധിക്കാനല്ല രക്ഷ പ്രാപിക്കാനാണ്. ചോദ്യം 22. യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവനും എന്ത് സംഭവിക്കില്ല എന്നാണ് യോഹന്നാൻ 3:18 പറയുന്നത്? എ നശിക്കുന്നില്ല, ബി ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല, സി നരകാഗ്നിയിൽ വീഴുന്നില്ല, ഡി പാപത്തിൽ ജീവിക്കുന്നില്ല. ഉത്തരം ബി ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. ചോദ്യം 23. യേശുവിൽ വിശ്വസിക്കാത്തവൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് യോഹന്നാൻ 3:18 പറയുന്നത്? എ നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു, ബി നിത്യശിക്ഷയ്ക്ക് അർഹനാകും, സി ദൈവകോപം അവൻ്റെ മേൽ ഉണ്ടാകും, ഡി നരകാഗ്നിയിൽ പതിക്കും. ഉത്തരം എ
നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ചോദ്യം 24. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിക്കാൻ കാരണമെന്ത്? എ. അവർക്ക് ദൈവവിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ട്. ബി. അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നതിനാൽ. സി. അവരെ ജഡികാസക്തി കീഴ്പ്പെടുത്തിയതിനാൽ. ഡി. അവർ ലൗകിക മനുഷ്യരായിരുന്നതിനാൽ. ഉത്തരം ബി. അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നതിനാൽ. ചോദ്യം 25. പ്രകാശത്തെ വെറുക്കുന്നത് ആരാണ്? എ. പാപികൾ. ബി. ജഡിക മനുഷ്യർ. സി. തിന്മ പ്രവർത്തിക്കുന്നവർ. ഡി. നിയമം അനുസരിക്കാത്തവർ. ഉത്തരം സി. തിന്മ പ്രവർത്തിക്കുന്നവൻ. ചോദ്യം 26. തൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് തിന്മ പ്രവർത്തിക്കുന്നവൻ എന്താണ് ചെയ്യുന്നത്? എ. സകലത്തിലും കുറ്റം കണ്ടെത്തുന്നു. ബി. സ്വാർത്ഥതയിൽ ജീവിക്കുന്നു. സി. എല്ലാവരിലും നിന്ന് അകന്നു ജീവിക്കുന്നു. ഡി. വെളിച്ചത്തു വരുന്നില്ല. ഉത്തരം ഡി. വെളിച്ചത്തു വരുന്നില്ല. ചോദ്യം 27. ആരാണ് വെളിച്ചത്തിലേക്ക് വരുന്നത്? എ. നന്മ പ്രവർത്തിക്കുന്നവൻ. ബി. വിശുദ്ധിയിൽ ജീവിക്കുന്നവൻ. സി. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ. ഡി. സത്യം പ്രവർത്തിക്കുന്നവൻ. ഉത്തരം ഡി. സത്യം പ്രവർത്തിക്കുന്നവൻ. ചോദ്യം 28. സത്യം പ്രവർത്തിക്കുന്നവൻ്റെ പ്രവൃത്തികൾ എപ്രകാരമുള്ളവയെന്നാണ് വെളിപ്പെടുക? എ. ദൈവൈക്യത്തിൽ ചെയ്യുന്നവ. ബി. ദൈവകൃപയിൽ ചെയ്യുന്നവ. സി. ദൈവസ്നേഹത്തിൽ ചെയ്യുന്നവ. ഡി. പ്രകാശത്തിൽ ചെയ്യുന്നവ. ഉത്തരം എ. ദൈവൈക്യത്തിൽ ചെയ്യുന്നവ. ചോദ്യം 29. നിക്കോദേമസിൻ്റെ സന്ദർശനത്തിന് ശേഷം യേശു എവിടേക്കാണ് പോയത്? എ. കഫർനാമിലേക്ക്. ബി. യൂദയാദേശത്തേക്ക്. സി. ജെറൂസലേമിലേക്ക്. ഡി. സമരിയായിലേക്ക്. ഉത്തരം ബി. യൂദയാദേശത്തേക്ക്. ചോദ്യം 30. നിക്കോദേമസിൻ്റെ സന്ദർശനത്തിന് ശേഷം യൂദയായിലെത്തിയ യേശു എന്താണ് അവിടെ ചെയ്തത്? എ. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. ബി. രോഗികളെ സുഖപ്പെടുത്തി. സി. ശിഷ്യന്മാരോടൊത്ത് താമസിച്ച് സ്നാനം നൽകി. ഡി. സിനഗോഗിൽ പ്രസംഗിച്ചു. ഉത്തരം സി. ശിഷ്യന്മാരോടൊത്ത് താമസിച്ച് സ്നാനം നൽകി. ചോദ്യം 31. യേശു യൂദയായിൽ ആയിരുന്നപ്പോൾ സ്നാപക യോഹന്നാൻ എവിടെയാണ് സ്നാനം നൽകിക്കൊണ്ടിരുന്നത്? എ. ജോർദാൻ്റെ മറുകരെ. ബി. സാലിമിനടുത്തുള്ള ഏനോനിൽ. സി. ഗലീലി തടാകത്തിന് സമീപം. ഡി. ബെത്സയിദ കുളക്കടവിൽ. ഉത്തരം ബി. സാലിമിനടുത്തുള്ള ഏനോനിൽ. ചോദ്യം 32. എന്തുകൊണ്ടാണ് സ്നാനം നൽകാൻ യോഹന്നാൻ സാലിമിനടുത്തുള്ള ഏനോൻ തിരഞ്ഞെടുത്തത്? എ. താമസ സ്ഥലത്തിനടുത്തായിരുന്നതിനാൽ. ബി. ജനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം. സി. അവിടെ വെള്ളം ധാരാളം ഉണ്ടായിരുന്നതിനാൽ. ഡി. അധികാരികളുടെ ശ്രദ്ധ തിരിക്കാൻ. ഉത്തരം സി. അവിടെ വെള്ളം ധാരാളം ഉണ്ടായിരുന്നതിനാൽ. ചോദ്യം 33. സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാരും ആരും തമ്മിലാണ് ശുദ്ധീകരണത്തെപ്പറ്റി തർക്കമുണ്ടായത്? എ. ഫരിസേയരും. ബി. നിയമജ്ഞരും. സി. ജനപ്രമാണികളും. ഡി. ഒരു യഹൂദനും. ഉത്തരം ഡി. ഒരു യഹൂദനും. ചോദ്യം 34. എന്ത് സംഭവിക്കുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്നാണ് സ്നാപക യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്? എ. ദൈവത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ. ബി. അധികാരം നൽകപ്പെടുന്നില്ലെങ്കിൽ. സി. ദൈവകൃപ നൽകപ്പെടുന്നില്ലെങ്കിൽ. ഡി. സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ. ഉത്തരം ഡി. സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ. ചോദ്യം 35. ഞാൻ ക്രിസ്തുവല്ല, പിന്നെ താൻ ആരെന്നാണ് സ്നാപക യോഹന്നാൻ അവകാശപ്പെടുന്നത്? എ. നിയമം പൂർത്തീകരിക്കാൻ വന്നവൻ. ബി. അവന് മുമ്പേ അയക്കപ്പെട്ടവൻ. സി. മനുഷ്യരെ നേർവഴിക്ക് നടത്താൻ വന്നവൻ. ഡി. ദൈവത്തിൽ നിന്ന് വന്ന മനുഷ്യൻ. ഉത്തരം ബി.
അവന് മുമ്പേ അയക്കപ്പെട്ടവൻ. ചോദ്യം 36. ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുന്നത് ആരെന്നാണ് യോഹന്നാൻ 3:31 പറയുന്നത്? എ. വിജാതീയർ, ബി. ലൗകിക മനുഷ്യർ, സി. ഭൂമിയിൽ നിന്നുള്ളവർ, ഡി. ജഡിക മനുഷ്യർ. ഉത്തരം സി. ഭൂമിയിൽ നിന്നുള്ളവൻ. ചോദ്യം 37. ദൈവം അയച്ചവൻ സംസാരിക്കുക എന്തെന്നാണ് യോഹന്നാൻ 3:34 പറയുന്നത്? എ. പരിശുദ്ധമായ കാര്യങ്ങൾ, ബി. അത്യുന്നതൻ്റെ പ്രവൃത്തികളെക്കുറിച്ച്, സി. വിശുദ്ധിയിൽ ജീവിക്കുന്നതിനെക്കുറിച്ച്, ഡി. ദൈവത്തിൻ്റെ വാക്കുകൾ. ഉത്തരം ഡി. ദൈവത്തിൻ്റെ വാക്കുകൾ. ചോദ്യം 38. അധ്യായവും വാക്യവും ഏത്? അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. എ. യോഹന്നാൻ 3:30, ബി. യോഹന്നാൻ 3:32, സി. യോഹന്നാൻ 3:40, ഡി. യോഹന്നാൻ 3:18. ഉത്തരം എ. യോഹന്നാൻ 3:30. ചോദ്യം 39. അധ്യായവും വാക്യവും ഏത്? അവൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു, എങ്കിലും അവൻ്റെ സാക്ഷ്യം ആരും സ്വീകരിക്കുന്നില്ല. എ. യോഹന്നാൻ 3:42, ബി. യോഹന്നാൻ 3:33, സി. യോഹന്നാൻ 3:32, ഡി. യോഹന്നാൻ 3:22. ഉത്തരം സി. യോഹന്നാൻ 3:32. ഈ സെറ്റിലെ അവസാന ചോദ്യം. അധ്യായവും വാക്യവും ഏത്? പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു, എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല, ദൈവകോപം അവൻ്റെ മേൽ ഉണ്ട്. എ. യോഹന്നാൻ 3:37, ബി. യോഹന്നാൻ 3:36, സി. യോഹന്നാൻ 3:37, ഡി. യോഹന്നാൻ 3:33. ഉത്തരം ബി. യോഹന്നാൻ 3:36. ചോദ്യം 41. വചനം എഴുതുക. യോഹന്നാൻ 3:17. ഉത്തരം ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. തുടർന്ന് ഓൺലൈൻ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആദ്യത്തെ കമൻറ്റായും ലോഗോസ് ക്വിസ് വെബ്സൈറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ www.logosquiz2026.in എന്ന് കാണാം. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ലോഗോസ് ക്വിസ് 2026 ഹോം പേജിൽ എത്തിച്ചേരും. ഇവിടെ നിങ്ങൾക്ക് വിശുദ്ധ യോഹന്നാൻ എന്ന് കാണാം. അവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ യോഹന്നാൻ്റെ പേജിൽ എത്തും. അവിടെ നിങ്ങൾക്ക് ഓൺലൈൻ ടെസ്റ്റ് എന്ന് കാണുക. അവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിനുള്ള ഓൺലൈൻ ടെസ്റ്റിൻ്റെ പേജിലെത്തും. അവിടെ അധ്യായം 3 ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൺലൈൻ ടെസ്റ്റിൻ്റെ പ്ലാറ്റ്ഫോമിലെത്തി ഇവിടെ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക. പിന്നെ സ്റ്റാർട്ട് ക്വിസ് കൊടുക്കുക. ഇവിടെ ഓൺലൈൻ ടെസ്റ്റ് ചെയ്യാനുള്ള പേജിലെത്തി ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരം മാർക്ക് ചെയ്യാവുന്നതാണ്. ഉദാഹരണമായി യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? ഉത്തരം 36. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ പറഞ്ഞിരിക്കുന്ന അതേ ഓർഡറിലല്ല. ഓരോ തവണ ചെയ്യുമ്പോഴും ഇതിൻ്റെ ഓർഡർ മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ അവസാനം വരെ ചെയ്തതിന് ശേഷം സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് വ്യൂ റിസൾട്ട് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും കാണാം. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു സ്വയം വിലയിരുത്തൽ നടത്താവുന്നതാണ്. ഇനി ഏതെങ്കിലും ചോദ്യം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഷോ ആൻസറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരിയായ ഉത്തരവും കാണാവുന്നതാണ്. സോ ഓൾ ദ ബെസ്റ്റ്.
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.